ഹലോ അരുൺ, എല്ലാവർക്കും നമസ്കാരം. ട്രംപ് ഗ്രൂപ്പും ഇന്ത്യയിൽ വൻതോതിലുള്ള നിക്ഷേപം നടത്താനായിട്ട് ഉള്ളൊരു തീരുമാനം അല്ലെങ്കിൽ ഒരു പ്രതിജ്ഞ, ഒരു വാക്ക് തന്നിരിക്കുകയാണ്. അതും തെലങ്കാനയിലായിരിക്കും ഈ നിക്ഷേപങ്ങളെല്ലാം നടത്തുന്നത്. അപ്പൊ തെലങ്കാനയുടെ ഔട്ട്ലുക്ക് ടോട്ടലി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ടെക്നോളജി കമ്പനികളായിട്ടുള്ള ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ, പ്രധാനപ്പെട്ട കമ്പനികളൊക്കെ തന്നെ ഇന്ത്യയിൽ വൻതോതിലുള്ള നിക്ഷേപങ്ങൾ നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞു. ബില്യൺസ് ഓഫ് ഡോളേഴ്സിന്റെ നിക്ഷേപങ്ങളാണ് അവർ നടത്തുവാൻ പ്ലാൻ ഇടുന്നത്. ഒരു 10-20 വർഷം അല്ലെങ്കിൽ 25 വർഷം മുമ്പ് ഇന്ത്യയെ നമ്മൾ കോൾ സെന്റേഴ്സിന്റെ അല്ലെങ്കിൽ ഔട്ട്സോഴ്സിങ്ങിന്റെ ഒരു വലിയൊരു എന്താണ് കേന്ദ്രമായിട്ടായിരുന്നു കരുതിക്കൊണ്ട്, അതുപോലെ തന്നെ കൺസ്യൂമർ അക്വിസിഷൻ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ആ പറഞ്ഞ ഔട്ട്ലുക്ക് ഒക്കെ മാറിക്കഴിഞ്ഞു. ഇന്ന് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന്റെ തന്നെ ഏറ്റവും വലിയൊരു ഹബ്ബായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റാ സെന്റേഴ്സ്, സോവറിൻ ഡാറ്റാ സിസ്റ്റംസ്, അതുപോലെ തന്നെ ഡീപ് ടെക്നോളജി ഇന്നോവേഷൻ, അതിനൂതനമായിട്ടുള്ള അല്ലെങ്കിൽ അത് സങ്കീർണമായിട്ടുള്ള ടെക്നോളജി സാങ്കേതിക വിദ്യകളുടെയൊക്കെ തന്നെ ഇന്നവേഷൻ ഹബ്ബായിട്ട് ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആമസോണും ഗൂഗിളും മൈക്രോസോഫ്റ്റും ഒക്കെ ഇവിടെ എന്തുകൊണ്ട് ഈ വൻതോതിലുള്ള നിക്ഷേപങ്ങൾ നടത്തുവാൻ തയ്യാറായി വരുന്നു എന്നുള്ളതാണ്. നമുക്ക് അതിന്റെ കാരണങ്ങളാണ് ഈ പറഞ്ഞ ഈ ഫാക്ടേഴ്സ് ആണ്, ഘടകങ്ങൾ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ കമ്പനികൾ അല്ല, ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞ തന്നെ ഈ കമ്പനികൾ മാത്രമല്ല, തീർച്ചയായിട്ടും ഈ കമ്പനികൾക്ക് ചൂട് പിടിച്ച് മറ്റ് കമ്പനികളൊക്കെ തന്നെ ഇന്ത്യയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന, അവർക്ക് ബിസിനസ് ചെയ്യുവാൻ അല്ലെങ്കിൽ അവർക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ ലഭിക്കാൻ പോകുന്ന ആ ഒരു ബെനഫിറ്റ്സ്, അതിന് അനുകൂലമായിട്ടുള്ള ഘടകങ്ങളെ തീർച്ചയായിട്ടും മനസ്സിലാക്കിക്കൊണ്ട് ആണ് ഈ പറഞ്ഞ കമ്പനികളൊക്കെ തന്നെ ഇന്ത്യയിലേക്ക് വരുന്നതും ഇന്ത്യയിൽ വരുന്നത്. ഇപ്പോൾ മൈക്രോസോഫ്റ്റ് ആയാലും ആമസോണും ഗൂഗിളും ഒന്നും തന്നെ ആദ്യമായിട്ടല്ല വരുന്നത്. പക്ഷേ നിലവിലുള്ള അവരുടെ പ്രവർത്തനങ്ങളെ വിപുലീകരിക്കാനും അല്ലെങ്കിൽ വ്യാപിപ്പിക്കാനുമാണ് അവർ ഇപ്പോൾ കൂടുതലായിട്ടുള്ള ഫർദർ ഇൻവെസ്റ്റ്മെന്റ് അവർ നടത്തുന്നത്. അപ്പോൾ അതിനോട് ഒപ്പം തന്നെ നമുക്ക് ഈ ട്രംപിന്റെ ഗ്രൂപ്പ്, അതായത് US പുറത്ത് ഏറ്റവും വലിയ നിക്ഷേപം അവർ നടത്താൻ സൗത്ത് ഇന്ത്യയിൽ, അതായത് പ്രത്യേകിച്ച് തെലങ്കാനയിൽ ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനാണ് ട്രംപ് ഗ്രൂപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ഏകദേശം 1 ട്രില്യൺ റുപ്പീസ് തെലങ്കാനയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവര് തീരുമാനമെടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ അതിന് അവർ തയ്യാറാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റിന്റെയാണ് ട്രംപ് ഗ്രൂപ്പ്. അടുത്ത ഒരു ദശാബ്ദക്കാലത്ത് 10 വർഷത്തിനുള്ളിൽ അവരുടെ ഒരു സീനിയർ എക്സിക്യൂട്ടീവ് ഒരു ബിസിനസ് കോൺക്ലേവില് അറിയിച്ചതാണ് ഇക്കാര്യം. അപ്പൊ അതുകൊണ്ട് 1 ലക്ഷം കോടിയോളം രൂപ നിക്ഷേപം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ തെലങ്കാനയുടെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് അടുത്ത 10 വർഷത്തിനുള്ളിൽ തെലങ്കാനയെ $1 ട്രില്യൺ ഒരു എക്കോണമി ആക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ ഒരു വിഷനാണ് തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ കേരളത്തിന്റെ ഭരണ തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഒരു വിഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ വിഷൻ. ഇവിടെ ആകെപ്പാടെയുള്ള വിഷൻ എന്ന് പറഞ്ഞാൽ ക്ഷേമ പെൻഷൻ, അതുപോലെ തന്നെ മദ്യം വിൽക്കുക, മദ്യനയം, ലോട്ടറി നയം, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിഷൻ എന്ന് പറയുന്നത്. ബാക്കി വിഷനുകളൊന്നുമില്ല. കേരള സമ്പദ് വ്യവസ്ഥയെ അടുത്ത 10 വർഷത്തിനുള്ളിൽ $1 ട്രില്യൺ അല്ലെങ്കിൽ $1 ബില്യൺ ഒരു എക്കോണമി ആക്കി മാറ്റിയെടുക്കും എന്നുള്ള പ്രഖ്യാപനമൊന്നും ഇവിടെ ഇല്ല. തീർച്ചയായിട്ടും ക്ഷേമ പെൻഷന്റെ അടുത്ത ഗഡു ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസത്തോടു കൂടി വിതരണം ചെയ്യുന്നതായിരിക്കും എന്നതിൽ കവിഞ്ഞുള്ള വിഷനൊന്നും നമുക്കില്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിലെയൊക്കെ മുഖ്യമന്ത്രിമാര് ഇതുപോലുള്ള ലോകത്തിലെ ഗ്ലോബൽ കോർപ്പറേഷൻസിനെ ഇൻവൈറ്റ് ചെയ്ത് അവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തി അവരുടെ സംസ്ഥാനത്തിന്റെ എക്കോണമിയെ ഒന്നുകിൽ $1 ട്രില്യൺ എക്കോണമി ആക്കി മാറ്റുക, അല്ലെങ്കിൽ അതുപോലുള്ളൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്തിലൊക്കെ നമ്മൾ എന്താ പറയുക, അതൊക്കെ പ്രശംസനീയമായിട്ടുള്ള കാര്യങ്ങളാണ്. വളരെ ഫോർവേഡ് ലുക്കിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോഡേൺ ഔട്ട്ലുക്ക് ഉള്ള ഭരണകർത്താക്കൾക്ക് മാത്രമേ ഇങ്ങനെയൊക്കെയുള്ള വിഷനും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സ്റ്റേറ്റ്മെന്റ് ബ്ലണ്ടായിട്ട് പ്രഖ്യാപിക്കുകയല്ല. കാരണം അതുപോലുള്ള കമ്പനികളിൽ നിന്നും വൻതോതിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ അവരുടെ സംസ്ഥാനത്തിലേക്ക് അവർക്ക് അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും അവരുടെ സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥകളെ അവർക്ക് വളർത്തിയെടുക്കാൻ കഴിയും എന്നുള്ളതും നമുക്ക് തീർച്ചയാണ്. അപ്പൊ അടുത്ത 10 വർഷത്തിനുള്ളിലാണ് ട്രംപിന്റെ ഗ്രൂപ്പ് ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ തീരുമാനം എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലഡ്ജ് ചെയ്തിരിക്കുന്നത്. അത് സാധ്യമായാൽ
അമേരിക്കയ്ക്ക് പുറത്ത് അവർ നടത്തുന്ന ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ നിക്ഷേപങ്ങൾ ഒന്നാകും എന്നാണ് ഇതിനെ കരുതുന്നത്. അപ്പോൾ തെലുങ്കാനയിൽ അവർ സ്ഥാപിക്കാനിരിക്കുന്ന ഭാരത് ഫ്യൂച്ചർ സിറ്റിയിലും, അവരല്ല, തെലുങ്കാന ഗവൺമെന്റിന്റെ പ്രോജക്റ്റാണ്. റിയൽ എസ്റ്റേറ്റ് രംഗത്തും ആണ്, ട്രംപിന്റെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ രണ്ട് ഇടങ്ങളിലാണ് അവരുടെ നിക്ഷേപം ഉണ്ടാവുക. 1 ലക്ഷം കോടി രൂപയാണ് അടുത്ത 10 വർഷം. ട്രംപ് മീഡിയ ടെക്നോളജി ഗ്രൂപ്പിന്റെ ഡയറക്ടറാണ് എറിക് സ്വീഡർ പറഞ്ഞത്. അപ്പൊ അവിടെ ഒരു ഗ്ലോബൽ സമിറ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ ഇവിടുത്തെ കേരള, എന്താ പറഞ്ഞത്, ഗ്ലോബൽ കേരള ഇതുണ്ടല്ലോ, ഗ്ലോബൽ കേരള സമിറ്റ്, അതുപോലെയൊക്കെ കേരളം നടത്താറുണ്ടല്ലോ തീർച്ചയായിട്ടും, ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇവിടെ ഒന്നും പ്രത്യേകിച്ച് കാര്യമാത്ര പ്രസക്തമായിട്ട് സംഭവിച്ചിട്ടുള്ളതായിട്ട് നമുക്കറിയില്ല. അപ്പോൾ തെലങ്കാന റൈസിംഗ് ഗ്ലോബൽ സമ്മിറ്റിൽ സംസാരിക്കുന്നതിനിടയിലാണ് ഈ പറഞ്ഞ ട്രംപ് ഗ്രൂപ്പിന്റെ ട്രംപ് മീഡിയ ടെക്നോളജി ഗ്രൂപ്പിന്റെ ഡയറക്ടറായിട്ടുള്ള സീനിയർ ഡയറക്ടറായിട്ടുള്ള എറിക് സ്യൂഡർ പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിന്റെ അഭിപ്രായം അനുസരിച്ച് ഇന്ത്യ സാങ്കേതിക മേഖലയിൽ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിൽ, സാങ്കേതിക വിദ്യയുടെ മേഖലയിൽ വൻതോതിലുള്ള മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് അങ്ങനെയുള്ള ഒരു ഘടകങ്ങൾ നിരവധിയുണ്ട്. നിക്ഷേപിക്കാൻ ഒരു ഗ്ലോബൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ ഇവിടെ നിക്ഷേപിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നതിന് പല ഘടകങ്ങളുണ്ട്. 20 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞാണ് ഇന്ത്യ ഒരു ഔട്ട്സോഴ്സിംഗ് അല്ലെങ്കിൽ കോൾ സെന്റർ മാത്രമുള്ള ഒരു സ്ഥലമായിരുന്നു. എന്നുവെച്ചാൽ വിദേശ രാജ്യങ്ങൾ, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഈ പറഞ്ഞ ജോലികൾ ഇവിടെ ഔട്ട്സോഴ്സ് ചെയ്യുന്ന ഒരു കേന്ദ്രമായിരുന്നു ഇന്ത്യ പലയിടത്തും, ബാംഗ്ലൂരും ഹൈദരാബാദും അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ, കൊച്ചി, ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ, ചെന്നൈ, ഇതെല്ലാം കോൾ സെന്ററുകളുടെ അല്ലെങ്കിൽ ഔട്ട്സോഴ്സിങ്ങിന്റെ ഒക്കെ സെന്റേഴ്സ് ആണ്. ഇപ്പൊ അതെല്ലാം മാറി. ഇന്ത്യ എന്ന അത്യാധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യകളുടെ ഗ്ലോബൽ ഹബ്ബായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ ടെക്നോളജി കമ്പനികളെല്ലാം നയിക്കുന്ന ഇന്ത്യൻ വംശജരാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ വളർച്ച കാണാൻ സാധിക്കും. അതൊക്കെ വെറും ആ, ഒരു എന്താണ് PR ടൈപ്പ് ഒരു ഹൈപ്പാണ് അത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് ലോകത്തിലെ സാമ്പത്തിക ശക്തികൾ ഇന്ത്യയിലേക്കാണ് ഉറ്റുനോക്കുന്നത്. സാമ്പത്തിക ശക്തി എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ഗ്ലോബൽ കോർപ്പറേഷൻസ് കാര്യമാണ് പറയുന്നത്. ഭാരത് ഫ്യൂച്ചർ സിറ്റി തെലങ്കാന ഗവൺമെന്റിന്റെ, അതായത് രേവന്ത് റെഡ്ഡി സർക്കാർ രൂപം നൽകിയിട്ടുള്ള അത്യാധുനിക സൗകര്യങ്ങളുള്ള ഒരു അർബൻ സെന്ററാണ് ഭാരത് ഫ്യൂച്ചർ തമ്മിൽ. അത് ശ്രീശൈലം എന്ന് പറയുന്ന സ്ഥലം നാഗാർജുന സാഗർ ഹൈവേക്കും ഇടയിൽ മീർഖാൻപേട്ടിലാണ്. ഏകദേശം 765 സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്ത് വൻതോതിലുള്ള പദ്ധതികൾ ഉണ്ടാക്കിയെടുക്കാനുള്ള പരിപാടിയുടെ ഭാഗമായിട്ടാണ് ഈ ഭാരത് ഫ്യൂച്ചർ സിറ്റി. അപ്പൊ അതിന്റെ ആലോചനയിലാണ് തെലങ്കാന ഗവൺമെന്റ്. അപ്പൊ ഈ ട്രംപ് ഗ്രൂപ്പ് ഇൻവെസ്റ്റ് ചെയ്യുന്നതും ഈ ഭാരത് ഫ്യൂച്ചർ സിറ്റിയിലായിരിക്കും. അതുപോലെ തന്നെ അവിടെ ഇപ്പോൾ ആർക്കും വേണ്ടായിരുന്ന സ്ഥലമാണ്. ഇപ്പൊ ഈ ഒരു പ്രോജക്റ്റ് പ്രഖ്യാപിച്ചതോടുകൂടി റിയൽ എസ്റ്റേറ്റിന്റെ ഒക്കെ ഹോട്ട്സ്പോട്ടായിട്ട് മാറി. ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് ഭൂമിയുടെ വിലയൊക്കെ വൻതോതിൽ സ്കൈ റോക്കറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരേക്കറിന് 1 കോടിയിൽ നിന്ന് 6 കോടി രൂപയൊക്കെ ആയി മാറി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പൊ അത് തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ. അപ്പൊ എവിടെ ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ അതിന് ചുറ്റിനുമുള്ള സ്ഥലങ്ങൾക്കെല്ലാം വില കൂടും, റിയൽ എസ്റ്റേറ്റിനൊക്കെ വില കൂടും, ഇല്ലേ? അത് റിയൽ എസ്റ്റേറ്റ് ആയിട്ട് ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ വൻതോതിലുള്ള ലാഭങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു മാർഗവും കൂടാണ്. അപ്പം ബോളിവുഡ് സിനിമാ താരം അജയ് ദേവഗന്റെ ഫിലിം സിറ്റി ഇവിടെ തുടങ്ങുമെന്ന് അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആൾക്കാർ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റിലയൻസ് ഫൗണ്ടേഷൻ മൊന്താരയുടെ മാതൃകയിൽ മൃഗസംരക്ഷണ കേന്ദ്രവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ഹോട്ടലുകൾ, ഇന്റർനാഷണൽ ഹോട്ടലുകൾ, 5 സ്റ്റാർ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള സ്റ്റാറുകളുള്ള ഹോട്ടലുകൾ ഉൾപ്പെടെ മു- 3000 കോടി രൂപയുടെ വമ്പൻ പദ്ധതികളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇതുപോലുള്ള അമേരിക്ക അല്ലെങ്കിൽ അതുപോലുള്ള ഗ്ലോബൽ കോർപ്പറേഷൻസിന്റെ ഒക്കെ ഇൻവെസ്റ്റ്മെന്റ് കൂടെ ആകുമ്പോൾ തീർച്ചയായിട്ടും തെലങ്കാന എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ ആ ഒരു മുഖച്ഛായ തന്നെ മാറും. അവർക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ $1 ട്രില്യൺ എന്ന് പറയുന്ന ഒരു, എന്താണ് പറയുന്നത്, ലക്ഷ്യത്തിലേക്ക് അവർക്ക് എത്താൻ സാധിക്കുമായിരിക്കാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് എല്ലാത്തിന്റെ അടിസ്ഥാന നിക്ഷേപമാണ് ഇന്നത്തെ കാലത്ത് ടെക്നോളജിയാണ്. അപ്പൊ ഇത് രണ്ടും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വൻതോതിലുള്ള മാറ്റങ്ങൾ ഏത് സമ്പദ് വ്യവസ്ഥയ്ക്കും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതായിരിക്കും. അപ്പൊ അത് $1 ട്രില്യൺ ഇന്ത്യയെ സംബന്ധിച്ച്, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങൾക്കും ഈ $1 ട്രില്യൺ എന്നുള്ളൊരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യാൻ സാധിക്കും തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഈ പറഞ്ഞ ആന്ധ്ര, തെലങ്കാന, തമിഴ്നാട്, മഹാരാഷ്ട്ര, കർണാടക, ഗുജറാത്ത്, പിന്നെ
ഇതുപോലുള്ള സംസ്ഥാനങ്ങൾക്കൊക്കെ തന്നെ ഈ പറഞ്ഞ $1 ട്രില്യൺ മൈൽ സ്റ്റോൺ അവർക്ക് എത്തിച്ചേരാൻ സാധിക്കും. പക്ഷേ ചില മാറ്റങ്ങളുടെ വളരെ ദ്രുതഗതിയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. അപ്പൊ അങ്ങനെ സംസ്ഥാനങ്ങൾ വികസിക്കുക, അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ സമ്പദ് വ്യവസ്ഥയിൽ വളർച്ച ഉണ്ടായാൽ മാത്രമേ ഇന്ത്യക്ക് ടോട്ടലായിട്ടല്ലേ, കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സാമ്പത്തികമായിട്ടുള്ള വളർച്ച, അതിനെ ഇന്ത്യയുടെ വളർച്ചയായിട്ട് അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഏറെക്കുറെ എല്ലാ സംസ്ഥാനങ്ങളും വീക്കാണെങ്കിൽ, ഒന്നോ രണ്ടോ മൂന്നോ നാലോ സംസ്ഥാനങ്ങളാണ് ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്നതെങ്കിൽ, ഇന്ത്യക്ക് തീർച്ചയായിട്ടും സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിൽ ഡിസ്പാരിറ്റി ഉണ്ടാകും, ആഭ്യന്തരമായിട്ട് അതുല്യത ഉണ്ടാകും. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നമുക്ക് ഈ വളരെ സാമ്പത്തികമായിട്ട് വളർച്ച നേടാത്ത സംസ്ഥാനങ്ങൾക്ക് ഈ പറഞ്ഞ മറ്റ് വളർച്ച നേടിയ സംസ്ഥാനങ്ങളിലെ ചിലവിലെ അവർക്ക് ഇവരെ സബ്സിഡൈസ് ചെയ്യേണ്ടി വരും. ഇപ്പൊ കേരളത്തിന്റെ കാര്യം അങ്ങനെ തന്നെയല്ല. നമുക്ക് കേന്ദ്രത്തിൽ നിന്നും മറ്റും ലഭിക്കുന്ന പലതരത്തിലുള്ള ഗ്രാന്റുകളും സഹായങ്ങളും ഒക്കെ തന്നെയാണ് കേരളത്തിന്റെ ഫൈനാൻസ് അല്ലെങ്കിൽ നമ്മൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റ് വൻതോതിലുള്ള നഷ്ടങ്ങളാണ്, കാരണം കടക്കണിയിലാണ് തീർച്ചയായിട്ടും. അപ്പം കടക്കണിയിലായിട്ടുള്ള ഒരു ഗവൺമെന്റിന് അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിന് അതിന്റെ സൂപ്പർവിഷനുള്ള ഒരു എക്കോണമി എങ്ങനെ മെച്ചപ്പെടുത്തിയെടുക്കാൻ സാധിക്കുന്നതാണ് അത് വളരെ ഒരു എന്താണ് അത് സാധ്യമല്ല. കാരണം ഗവൺമെന്റിനെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നില്ല, പിന്നെ എങ്ങനെയാണ് ഗവൺമെന്റ് എക്കോണമിയെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നത്? ബെറ്റർ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഇക്കണോമിക് വിഷൻ, അല്ലെ, ഇക്കണോമിക് പ്ലാനിങ്, അല്ലെങ്കിൽ ഇക്കണോമിക് ആയിട്ടുള്ള പദ്ധതികൾ, ഇതുപോലുള്ള പദ്ധതികൾ ഒക്കെ പ്രാവർത്തികമാക്കുകയും അല്ലെങ്കിൽ ക്രിയാത്മകമായിട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് മാത്രമേ അതുള്ളൂ. ഇതിപ്പം നഷ്ടത്തിലോടുന്ന ഒരു വണ്ടിയാണ് കേരള ഗവൺമെന്റ്. ലക്ഷക്കണക്കിന് കോടി രൂപയുടെ കടമുണ്ട്, കടബാധ്യതയുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ള സംസ്ഥാനത്തിന് ഏത് രീതിയിലുള്ള സാമ്പത്തിക ഉന്നമനം ലക്ഷ്യമാക്കി ഏത് തരത്തിലുള്ള പദ്ധതികൾ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും? അത് അസാധ്യമാണ് ശരിക്കും. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ വല്ല ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തോ, അല്ലെ മദ്യത്തിന്റെ വില അങ്ങോട്ട് മാറ്റി ഇങ്ങോട്ട് മാറ്റി, ലോട്ടറിയുടെ കച്ചവടം കൂട്ടിയോ, അങ്ങനെയൊക്കെയുള്ള ചില ലൊട്ടിലൊടുക്ക് പരിപാടികൾ കൂടി ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകാന്നുള്ളത് വേറെ പരിപാടികളൊന്നും സാധ്യമല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും സംസ്ഥാനങ്ങളുടെ വളർച്ച തന്നെയാണ് ഇന്ത്യയുടെ വളർച്ചയായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയുന്നത്. അപ്പൊ ഇതുപോലുള്ള സംസ്ഥാനങ്ങൾ വളരെ ക്രിയാത്മകമായിട്ട് അവരുടെ സംസ്ഥാനത്തിന് സാമ്പത്തികമായിട്ട് മെച്ചമുണ്ടാക്കുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ കൊണ്ടുവരാൻ വേണ്ടി കഠിന പ്രയത്നം ചെയ്യുന്ന മുഖ്യമന്ത്രിമാരും അവർ നേതൃത്വം കൊടുക്കുന്ന ഭരണകൂടമൊക്കെ ഉള്ളപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന് അങ്ങനെയുള്ളൊരു ഭാഗ്യം ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഓക്കെ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ ട്രംപിന്റെ ഇന്ത്യൻ നിക്ഷേപം ഏകദേശം ഇന്ത്യൻ ബിസിനസ് രംഗത്ത് ചുവടുറപ്പിച്ച ഒരു ആളാണ് ട്രംപ്. ട്രംപ് ടവർ ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലും ഉയരുന്നുണ്ട്. അത് നേരിട്ടല്ല, കാരണം ഫ്രാഞ്ചൈസി എടുത്തിട്ടുണ്ട് പല ആൾക്കാരും റിയൽ എസ്റ്റേറ്റിലുള്ള ട്രംപിന്റെ ബ്രാൻഡ് ഉപയോഗിച്ചിട്ട് പ്രാദേശിക റിയൽ എസ്റ്റേറ്റ് കമ്പനികളുമായി ചേർന്നാണ് നിർമ്മാണം. അതായത് ആ, മുംബൈ, പൂനെ, ഗുരുഗ്രാം, കൊൽക്കത്ത, അല്ലെങ്കിൽ ഡൽഹി ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ, എന്നീ നഗരങ്ങളിലൊക്കെ തന്നെ ആധുനികമായിട്ടുള്ള ആഡംബര കെട്ടിടങ്ങൾ ഈ പറഞ്ഞ ട്രംപ് ടവറുകൾ എന്ന പേരിൽ അത് ഫ്രാഞ്ചൈസിയാരാണ് ചെയ്യുന്നത്. ട്രംപ് നേരിട്ട് വന്ന് ചെയ്യുന്നതല്ല തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ട്രംപിന് ശരിക്കുള്ള റെപ്രസെന്റേഷൻ ഇവിടെ ഉണ്ട്, ട്രംപ് ഗ്രൂപ്പിന് അല്ലെങ്കിൽ ട്രംപിന്റെ കമ്പനിക്ക്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ട്രംപിന് ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഇപ്പൊ ട്രംപ് പ്രസിഡന്റായിട്ട് ഇന്ത്യക്ക് നല്ല പണി ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയും പുള്ളിയുടെ സ്വന്തമായിട്ടുള്ള ഫാമിലി ഓൺഡ് ബിസിനസ്സിന് തീർച്ചയായിട്ടും കൂടുതൽ മെച്ചമുണ്ടാക്കുന്ന രീതിയിൽ ഇന്ത്യൻ മാർക്കറ്റിനെ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്താനോ ഒക്കെ ട്രംപിന് യാതൊരു പിന്നെ വൈമുഖ്യമില്ല എന്നുള്ളതാണ് നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതെന്തിനും ആയിക്കോട്ടെ, ഇന്ത്യക്ക് പ്രയോജനകരമായിട്ടുള്ള രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വിഷയങ്ങളൊന്നുമില്ല. പക്ഷെ ട്രംപ് പ്രസിഡന്റായിട്ട് നിന്നിട്ട് നമുക്ക് മുകളിൽ ടാരിഫ് ചുമത്തുക, അത് മറ്റുള്ളവരുടെ അവരുടെ ഭരണ ഭരണവർഗമായിട്ടുള്ള മറ്റുള്ള ആൾക്കാരുടെ താല്പര്യത്തെ കൂടെ പരിഗണിച്ചിട്ടായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അത് വേറെ കാര്യം. അപ്പൊ ഇങ്ങനെ ഓരോ ദിവസവും ഇന്ത്യയിൽ ഇതുപോലുള്ള വൻ നിക്ഷേപങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വാർത്തകളാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ ഇത് തീർച്ചയായിട്ടും ഇന്ത്യക്ക് അല്ലെങ്കിൽ ഈ ഇൻവെസ്റ്റ്മെന്റുകൾ ചെന്നെത്തുന്ന സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ പ്രയോജനകരമാകും. അങ്ങനെ അത് അവരുടെ വളർച്ച തീർച്ചയായിട്ടും രാജ്യത്തിന്റെ വളർച്ചയായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ടോപ്പിക്കോട് അവസാനിപ്പിക്കാം. ഇനിയും ഗ്ലോബൽ കോർപ്പറേഷൻസ് പലതും, അതായത് അമേരിക്കയിലുള്ളത് മാത്രമല്ല, യൂറോപ്യൻ രാജ്യങ്ങളുള്ളതും ഈവൻ ചൈനയിലുള്ള കോർപ്പറേഷൻസും ഒക്കെ തന്നെ ഇന്ത്യയുടെ രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് നമ്മുടെ രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായിട്ടല്ലാത്ത രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ നടത്താനും ഇവിടെ ബിസിനസ് ചെയ്യാനും യാതൊരു തടസ്സവുമില്ല. അങ്ങനെ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ടാകട്ടെ, കൂടുതൽ ടെക്നോളജി നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലോട്ടും അല്ലെങ്കിൽ രാജ്യത്തേക്കും വരട്ടെ. അങ്ങനെ നമ്മുടെ രാജ്യത്തിന്
നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ ടോപ്പിക്കുകൾ അവസാനിപ്പിക്കാം. മറ്റു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ